ഹായ്, ഞാൻ ശ്രീജിത്ത് കൽപ്പറ്റ. കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ചെലവുകളെക്കുറിച്ച്. ഒരു മാസം നമുക്ക് കടന്നു പോകണമെങ്കിൽ നമ്മുടെ മുന്നിലൂടെ അനവധി ചെലവുകൾ നമുക്ക് വരും. ഈ ചെലവുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, നോട്ട് ചെയ്ത് വെക്കാറില്ല. 90% ആളുകളും ചെലവുകൾ എന്ത് ചെയ്യുന്നില്ല, നോട്ട് ചെയ്ത് വെക്കാറില്ല. ഇവൻ നമ്മൾ കുടുംബത്തിൻ്റെ കാര്യം തന്നെ എടുക്കുന്നത്, വീട്ടിൽ ഒരു മാസത്തേക്ക് വരുന്ന ചിലവുകൾ, പല തരത്തിലുള്ള ചിലവുകൾ നമ്മൾ ഡെയിലി എന്നോണം നമുക്ക് വരുന്നുണ്ട്. ഈവൻ ഇലക്ട്രിസിറ്റി ആവാം, വാട്ടർ ബില്ലാവാം, ഭക്ഷണ സാധനത്തിൻ്റെ ബില്ലാവാം, കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകളാവാം, പെട്രോളുമായി ബന്ധപ്പെട്ട വാഹനവുമായി ബന്ധപ്പെട്ട ചിലവുകളാവാം. ഇതൊക്കെ അടിക്കടി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിലവുകളാണ്. ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത്, നമുക്ക് ഇന്നു മുതൽ അങ്ങോട്ട് വരുന്ന ഒരു മാസത്തേക്ക് വരുന്ന ചിലവുകൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഐറ്റം ബൈ, ഇപ്പം ഒന്നാമത്തെ ചിലവ്, ഇന്ന ഐറ്റത്തിന് എത്ര രൂപ ചിലവ്. അതിന് ഈ ചിലവ് കൃത്യമായി കണ്ടാലാണ് നമ്മളുടെ വരവ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ വരവ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സേവിങ്സ് എന്ന ലെവലിലേക്ക് മാറാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഈവൻ ഒരു മാസം നമുക്ക് ചിലവ് വരുന്നത് ഒരു 20,000 രൂപയാണ് കരുതാം. നമുക്ക് കിട്ടുന്ന വരുമാനം ഒരു 15 ആണെങ്കിൽ 5,000 രൂപയാണ് നമുക്ക് എന്തിനാണ് ബാധ്യതയായിട്ടാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ചിലവ് നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന ചിലവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അനാവശ്യ ചിലവുകൾ വരും മാസങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമുക്ക് വരുന്ന ചിലവുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിൽ നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന ചിലവുകൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് മണി, അതായത് പണം വരുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ കണ്ടെത്തി നീങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു സേവിങ്സ് എന്ന ലെവലിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ് നമ്മുടെ ഈ ചിലവുകളെക്കുറിച്ചുള്ള ഒരു പിക്ചർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ.